ഇവിടെ ഇപ്പം നമുക്ക് നൈസായിട്ട് പണി കിട്ടിയേക്കാണ് കേട്ടാ. വേറൊന്നല്ല, ഇന്നലെ സിമിയോന് വേണ്ടിയിട്ട് ഒരു ചെറിയ മിഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി അടിച്ചു മാറ്റാനാണ്. ആ വണ്ടി വേറെ ആരുടെ ഒന്നുമല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെയാ. ഞാൻ എന്നിട്ട് ആ വണ്ടിയൊക്കെ അടിച്ചു മാറ്റി, എന്നിട്ട് സിമിയോനെ ഏൽപ്പിച്ചു. സിമിയോൻ എന്നിട്ട് ആ വണ്ടിയൊക്കെ വിൽക്കുകയും ചെയ്തു. പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വണ്ടി അടിച്ചു മാറ്റാൻ പോയില്ലേ, അന്നേരം ഞാൻ മാസ്ക് ഇട്ടിട്ടായിരുന്നു പോയിണ്ടായിരുന്നേ. വരുന്ന വഴിയിൽ എൻ്റെ മാസ്ക് ഊരിപ്പോയി. എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. അന്നേരം എന്താണ്ടായേ, എൻ്റെ ഫേസ് റിവീലായി. ഇവിടെ ഇപ്പോൾ എല്ലാ പോലീസുകാർക്കും പിടികിട്ടിയേക്കാ ഞാനാണ് വണ്ടി അടിച്ചു മാറ്റിയെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ആകെ പണി കിട്ടി. ഇപ്പോൾ ലോസ് ആൻഡോസിലെ മൊത്തം പോലീസുകാർ എന്നെ അന്വേഷിച്ച് നടക്കുക. അത് മാത്രമല്ല, ഇവിടുത്തെ നാട്ടുകാരും എന്നെ അന്വേഷിച്ച് നടക്കുക. ഈ ലോസ് ആൻഡോസിലെ ഗവൺമെൻറ് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആരാണാവോ ഫ്രാങ്ക്ലിനെ കണ്ടുപിടിക്കണേ, അവർക്ക് കിട്ടും $1 മില്യൺ. പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ആൾക്കാർ എന്തും ചെയ്യും. അതുകൊണ്ട് എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. ഞാനിപ്പോൾ ഏതായാലും വീടിൻ്റെ അകത്ത് നിൽക്കുക. പോലീസുകാർ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പിന്നെ ഷിൻചാനും പിൻചാനും ഉണ്ട്. ഇവരെ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കണേ. ഒരു മിനിറ്റ്, ആരോ ബെല്ലടിച്ചല്ലോ. ഈ നേരത്തെ ഇപ്പോൾ ആരാ വന്നേ? ഇനിയിപ്പോൾ പോലീസുകാർ വന്നിട്ടുണ്ടാവോ? പറയാൻ പറ്റില്ല. എടാ ഷിൻചാനെ പിൻചാനെ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. ഏയ്, പോലീസ് ആവാൻ ചാൻസ് ഇല്ല. അഥവാ പോലീസാണെങ്കിൽ ഇപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇതിപ്പോൾ വേറെ ആരോ വന്നേക്കാ. ഒരു മിനിറ്റ്, ഇത് നമ്മുടെ ലെസ്റ്ററാ. എടാ ഫ്രാങ്ക്ലിനെ, നീ വല്ലതും അറിയണ്ട? നിന്റെ കുറിച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ അത് ഫുള്ള് വൈറലാ. എന്നാലും നീ എന്തൊട്ട് പണി കാണിച്ചേ? നീ എന്തിനാ പ്രൈം മിനിസ്റ്റർ വണ്ടി അടിച്ചു മാറ്റിയേ? എടാ ലെസ്റ്ററെ, ആ സിമിയോൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തേ. ഞാൻ ആ വണ്ടി അടിച്ചു മാറ്റി. പക്ഷേ വരുന്ന വഴിയിൽ എൻ്റെ മാസ്കില്ലേ, അത് ഊരിപ്പോയി. അന്നേരം പോലീസുകാർ എന്നെ കണ്ടുപിടിച്ചു. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ പോലീസ് ഏത് സമയത്തും ഇങ്ങോട്ടേക്ക് വരും. എനിക്കപ്പോൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം. എടാ ലെസ്റ്ററെ, എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നേ. നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. പക്ഷേ കുറച്ച് പൈസ വേണ്ടി വരും കേട്ടാ. എനിക്ക് നിന്നെ ഫ്രീ ആയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ല. എന്നോടൊന്നും തോന്നല്ലേ. ആടാ, പൈസയൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, എത്ര വേണ്ടി വരും? ഒരു $10 മില്യൺ, അത്രയ്ക്കെങ്കിലും വേണം. $10 മില്യൺ? എന്തിനിപ്പോൾ 10 മില്യൺ? എടാ ഫ്രാങ്ക്ലിനെ, നിനക്കിപ്പോൾ ലോസ് ആൻഡോസിൽ നിൽക്കാൻ പറ്റില്ല. നിനക്കിപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന് സ്വന്തമായിട്ട് ഒരു ഐലൻഡൊക്കെ ഉണ്ട്. ഞാൻ അവനോട് പറഞ്ഞു ആ ഐലൻഡ് ഫ്രാങ്ക്ലിൻ്റെ പേരിൽ ആക്കി കൊടുക്കാൻ. അവനത് സമ്മതിക്കും ചെയ്തു. അവൻ പക്ഷേ ആ ഐലൻഡ് ഫ്രീ ആയിട്ട് തരില്ലെന്ന് പറഞ്ഞേ. അതിന് പൈസ വേണമെന്ന്, 10 മില്യൺ. ഓ, ഐലൻഡ്